ഹായ്, കൽക്കി 2898 AD എന്ന മൂവിയുടെ ഫസ്റ്റ് പാർട്ട് നിങ്ങളിൽ പലരും കണ്ടു കാണും. ഇതിൽ കാണിച്ചിരിക്കുന്നത് ലോർഡ് വിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമായ കൽക്കിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ചില കഥാപാത്രങ്ങളും ഒപ്പം ആ സമയത്ത് അവിടെ ജീവിച്ചിരിക്കുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടൊക്കെയാണ്. കുടിക്കാൻ വെള്ളമില്ല, ഓക്സിജൻ പോലും കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ, ഭൂമിയുടെ നല്ലൊരു ഭാഗവും ഡെസേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു സിനിമ അല്ലേ, അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ ഫാൻറ്റസി അല്ലേ എന്നൊക്കെയാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇവിടെ സിനിമയിൽ ഈ അവസ്ഥ വില്ലൻ ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്നത് ഫ്യൂച്ചറിൽ ഈ അവസ്ഥ നമുക്ക് സംഭവിക്കുമെന്നതാണ്. അതെങ്ങനെയെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ തെർമോഡൈനാമിക്സ് എന്ന സബ്ജക്റ്റ് അറിഞ്ഞിരിക്കണം. അതിലെ തെർമോഡൈനാമിക്സ് ലോസ് പഠിച്ചിരിക്കണം. അതിൽ പറയുന്ന ഹീറ്റ് ഡെത്ത് എന്ന കോൺസെപ്റ്റിനെ മനസ്സിലാക്കിയിരിക്കണം. സോ തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിരിക്കും. സോ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബേസിക്കലി ആൻ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ. That is, energy cannot be created nor be destroyed. It can only be converted from one form to another. Okay, so first law എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ലോ ആണെങ്കിൽ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് ആൻഡ് ഡയറക്ഷണൽ ലോ. ജസ്റ്റ് കൺസിഡർ ദ എക്സാമ്പിൾ ഓഫ് എ ഹോട്ട് കപ്പ് ഓഫ് ടീ പ്ലേസ്ഡ് ഇൻ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇവിടുത്തെ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ എങ്ങോട്ടായിരിക്കും? നാച്ചുറലി ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഹോട്ട് കപ്പിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്കായിരിക്കും. റിവേഴ്സ് ഫ്ലോ നാച്ചുറലായിട്ട് ഒക്കർ ചെയ്യില്ല. റിവേഴ്സ് ഫ്ലോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇത് തന്നെയാണ് സെക്കൻഡ് ലോയും പറയുന്നത്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ഒബ്റ്റെയിൻ ഫ്രം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ എസ് യൂണിവേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി പ്രിൻസിപ്പിൾ. ഹിയർ ഡെൽറ്റ എസ് യൂണിവേഴ്സ് ഈക്വൽ ടു 0 വരുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സ് വരുമ്പോഴും ഡെൽറ്റ എസ് യൂണിവേഴ്സ് ഗ്രേറ്റർ ദാൻ 0 വരുന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് വരുമ്പോഴാണ്. ആൻഡ് നമുക്കറിയാം റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമുക്കൊരിക്കലും വളരെ നാച്ചുറലായിട്ട് കിട്ടുന്നൊരു പ്രോസസ്സ് അല്ല. ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട് ടു അച്ചീവ് സച്ച് എ പ്രോസസ്. ആൻഡ് നാച്ചുറൽ പ്രോസസ്സ് എല്ലാം തന്നെ ഇറിവേഴ്സിബിൾ ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. സോ മോസ്റ്റ് ഓഫ് ദ പ്രോസസ്സസ് ഹാപ്പനിങ് ഇൻ യൂണിവേഴ്സ് വിൽ ബി ഇറിവേഴ്സിബിൾ. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് കീപ്സ് ഓൺ ഇൻക്രീസിങ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ലോങ് ഇറ്റ് വിൽ ബി ഇൻക്രീസിങ്. ഇത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെക്കൻഡ് ലോയിൽ തന്നെ വേറെ റിസൾട്ട് നോക്കാം. Second law പ്രകാരം when a system undergoes a process, a part of its energy gets converted to useful work and the rest is rejected as unavailable energy. ഇവിടെ യൂസ്ഫുൾ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജിയും അൺഅവൈലബിൾ എനർജി എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടേക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത എനർജിയാണ്. ആൻഡ് ഇഫ് ദിസ് പ്രോസസ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്, യൂസ്ഫുൾ വർക്ക് ഒബ്റ്റൈൻഡ് ഈസ് മാക്സിമം ആൻഡ് ഈസ് കോൾഡ് ആസ് അവൈലബിൾ എനർജി. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോസസ്സ് റിവേഴ്സിബിൾ ആയാൽ പോലും അൺഅവൈലബിൾ എനർജി പാർട്ട് 0 ആവണില്ല എന്നതാണ്. യൂസ്ഫുൾ വർക്ക് മാക്സിമം ആവുന്നുണ്ടെങ്കിലും ടോട്ടൽ എനർജിയുടെ ഒരു ഭാഗം അൺഅവൈലബിൾ എനർജി തന്നെയാണ്. സോ ജനറലി നമുക്ക് പറയാം ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് സ്റ്റോർഡ് ഇൻ 2 ഫോംസ്, ദാറ്റ് ഈസ് അവൈലബിൾ എനർജി ആൻഡ് അൺഅവൈലബിൾ എനർജി. ടിൽ നൗ വി വർ ഡിസ്കസിങ് അബൌട്ട് എ സിംഗിൾ സിസ്റ്റം. ഇങ്ങനെ ഒരുപാട് സിസ്റ്റംസ് കൂടിച്ചേർന്നിട്ടുള്ള ഒരു വലിയ സിസ്റ്റമായി യൂണിവേഴ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് പറയാം യൂണിവേഴ്സിലെ ടോട്ടൽ എനർജിയും 2 എനർജി ബാങ്കുകളിലായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന്. അതായത് യൂണിവേഴ്സിലെ എല്ലാ അവൈലബിൾ എനർജിയുടെ സമ്മായിരിക്കും അവൈലബിൾ എനർജി ബാങ്കിൽ കാണിക്കുന്നത്. ആൻഡ് സം ഓഫ് ഓൾ അൺഅവൈലബിൾ എനർജി വിൽ ബി ഷോൺ ഇൻ അൺഅവൈലബിൾ എനർജി ബാങ്ക്. ആൻഡ് വി ക്യാൻ സേ വെൻ എ പ്രോസസ് ഒക്കർ ഇൻ എ യൂണിവേഴ്സ്, its available energy content decreases and unavailable energy increases. So if we combine this with the previous result of our discussion, in short we can say when a process occurs in a universe, available energy decreases but entropy increases. Based on this, let's discuss the initial and final state or starting and ending of universe. So initial state എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്ത സമയം, അതായത് ജസ്റ്റ് ആഫ്റ്റർ ബിഗ് ബാങ്. ബിഗ് ബാങ് തിയറിയൊക്കെ നിങ്ങൾ വളരെ ഫെമിലിയർ ആയിരിക്കും. സോ ബിഗ് ബാങ്ങിന് ശേഷമുള്ള നെക്സ്റ്റ് ടൈം ഫ്രെയിമാണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണ്? ആൻഡ് ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് ഓർഡേർഡ് സ്റ്റേറ്റ്. അതായത് നമുക്കറിയാം എൻട്രോപ്പി ഇൻക്രീസ് പ്രിൻസിപ്പിൾ പ്രകാരം എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. സോ യൂണിവേഴ്സ് ഉണ്ടായ സമയത്ത്, അത് സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരിക്കില്ല അതിൻ്റെ എൻട്രോപ്പി ഏറ്റവും മിനിമം. എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്? മെഷർ ഓഫ് ഡിസോർഡർ ആണ്. സോ മോസ്റ്റ് ഓർഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ്, അതായത് ജസ്റ്റ് ആഫ്റ്റർ ബിഗ് ബാങ് ആയിരിക്കും മോസ്റ്റ് ഓർഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകം നോക്കിയേ, അവൈലബിൾ എനർജി ബാങ്ക് ഫുള്ളാണ്.
അൺഅവൈലബിൾ എനർജി ഒന്നുമില്ല. നമുക്കുള്ള എല്ലാ എനർജിയും അവൈലബിൾ എനർജിയാണ്. ആ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് വളരെ തിക്ക് ആൻഡ് ഡെൻസ് രീതിയിലിരുന്നൊരു യൂണിവേഴ്സ് ആയിരുന്നു. സോ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു പ്രോസസ്സ് നടക്കുകയാണ്. ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവൈലബിൾ എനർജി കുറച്ച് കുറഞ്ഞു, അൺഅവൈലബിൾ എനർജി കുറച്ച് കൂടി. സോ യൂണിവേഴ്സ് ആകുമ്പോൾ നമുക്കറിയാം എന്താണ്, കണ്ടിന്യൂസ്ലി പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ കണ്ടിന്യൂസ്ലി എന്ത് സംഭവിക്കുന്നുണ്ട്? അവൈലബിൾ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അൺഅവൈലബിൾ എനർജി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്തും സംഭവിക്കുന്നുണ്ട്? എൻട്രോപ്പിയും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ അവൈലബിൾ എനർജി ബാങ്കിലെ എനർജി ഫുള്ളി തീരുന്നത് വരെ, അതായത് അവൈലബിൾ എനർജി ഫുള്ളി ഡിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും? അൺഅവൈലബിൾ എനർജി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ എനർജി കൺസർവ്ഡ് തന്നെയാണ്. അവൈലബിൾ എനർജി പ്ലസ് അൺഅവൈലബിൾ എനർജി ഏത് ഇൻസ്റ്റൻറ്റിൽ എടുത്താലും നമ്മുടെ ടോട്ടൽ എനർജിയുടെ വാല്യൂ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഫൈനൽ സ്റ്റേറ്റിൽ എന്ത് സംഭവിച്ചു? അൺഅവൈലബിൾ എനർജി കംപ്ലീറ്റ് ആയി, അവൈലബിൾ എനർജി 0 ആയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എൻട്രോപ്പി മാക്സിമം എത്തുന്ന ഒരു പോയിന്റാണ്. ഇനി അങ്ങോട്ട് എൻട്രോപ്പിയെ കൂടാൻ പറ്റില്ല. ഇതാണ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. നമ്മളൊരു ചോദ്യം ചോദിച്ചായിരുന്നു, ഹൗ ലോങ് എൻട്രോപ്പി വിൽ ഇൻക്രീസ്. ഇപ്പോൾ മനസ്സിലായില്ലേ ഏതുവരെയാണ്? മൊത്തത്തിൽ നമ്മുടെ അവൈലബിൾ എനർജി ഫുള്ളായിട്ട് കഴിയുന്നത് വരെയായിരിക്കും എൻട്രോപ്പി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു പോയിന്റ്, അവൈലബിൾ എനർജി തീരുന്ന പോയിന്റിലായിരിക്കും നമുക്ക് മാക്സിമം എൻട്രോപ്പി കിട്ടുന്നത്. ഇതാണ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഫൈനൽ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അവൈലബിൾ എനർജി ബാങ്ക് 0 ആണ്, അൺഅവൈലബിൾ എനർജി ബാങ്ക് ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. സോ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇനി പുതിയതായിട്ട് ഒരു ലൈഫ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യില്ല, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലൈഫിന് സർവൈവ് ചെയ്യാനും പറ്റില്ല. കാരണം എന്താണ്? അവൈലബിൾ ആയിട്ടുള്ള എനർജി ഇല്ല. അൺഅവൈലബിൾ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാലോ, അതൊട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള എനർജി അല്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അവൈലബിൾ എനർജി ഇല്ലാത്തതുകൊണ്ട് ലൈഫിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സും നടക്കില്ല. ആൻഡ് ദ ഹോൾ യൂണിവേഴ്സ് വിൽ കം ടു എ സിംഗിൾ ടെമ്പറേച്ചർ, സിംഗിൾ യൂണിഫോം ടെമ്പറേച്ചറിലേക്ക് ഈ യൂണിവേഴ്സ് മൊത്തത്തിൽ വരും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് ദ എൻഡ് ഓഫ് യൂണിവേഴ്സ്, അല്ലെങ്കിൽ ഹീറ്റ് ഡെത്ത് ഓഫ് യൂണിവേഴ്സ് എന്ന് പറയും. സോ ഇനി നമുക്ക് കൽക്കി മൂവിയിലോട്ട് വരാം. അവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത്? അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലോ അവൈലബിൾ എനർജി സിറ്റുവേഷൻ ആണ് അല്ലേ? അതായത് നമ്മുടെ ഈ ഒരു ഫൈനൽ സ്റ്റേറ്റ് എത്തുന്നതിൽ മുന്നേ ഉള്ള സിറ്റുവേഷൻ, അതായത് അവൈലബിൾ എനർജി ബാങ്കിൽ കുറച്ച് എനർജി ഉണ്ട്, പക്ഷേ ഭൂരിഭാഗം എനർജി എന്താണ്? അൺഅവൈലബിൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതാണ് ആ ഒരു മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ അത്ര വറീഡ് ആവേണ്ട കേസൊന്നുമില്ല. ഇറ്റ് വോണ്ട് ഹാപ്പൻ സൂൺ, ഇറ്റ് വിൽ ടേക്ക് ബില്യൺസ് ഓഫ് ഇയേഴ്സ്.